കരോളിന് പോകുമ്പോ വേണ്ട ഒരു മാൻഡേറ്ററി തൊപ്പിയാണിതെന്നാണ് അമ്മയുടെ ഭാഷ്യം. അവള് തുടങ്ങിയിട്ടുണ്ടാവോ? ഇത് കരോളുകാർക്ക് കൊടുക്കാനായിട്ട് കരോള് പാടി ഞങ്ങൾ ഇവിടെ എത്താറാവുമ്പോ മെസ്സേജ് അയക്കാം കേട്ടോ. വേണ്ട വേണ്ട, ചെരുപ്പൊന്നും വരണ്ട. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? കാണിച്ചു തരാം, സസ്പെൻസിൽ ഇരിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറപ്പെടും. ഇന്നലെ ഞാനും അപ്പയല്ലായിരുന്നോ, ഇന്ന് ഞാനും അമ്മയാ. എങ്ങനെയുണ്ട് കരോള്? ഹലോ, എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് മുമ്പ് നമ്മൾ 2 ദിവസം ആ ഒരു വീക്കെൻഡില്ലേ, ക്രിസ്മസിന് മുമ്പുള്ള ഒരു സാറ്റർഡേയും സൺഡേയും നമ്മൾ കരോളിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 ദിവസത്തെ കുറച്ച് കൊച്ചു വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ ദിവസം ഇന്നീ കാണിക്കുന്ന ദിവസം നമുക്ക് രാവിലെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷം ഞാനും അപ്പയും കൂടി വീണ്ടും ഒന്ന് പുറത്തു പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് അമ്മ ഒരു സ്പെഷ്യൽ കൂട്ടുപുഴുക്കാണ് ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് കൂട്ടുപുഴുക്ക് കഴിക്കാൻ വലിയ മൂടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അതും നമ്മുടെ വെളുത്തുള്ളി പിക്കിളുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട് വേഗം കഴിച്ചോ, എന്നിട്ട് കരോളിന് പോകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി വേഗം കരോളിന് പോകണ്ടേ. പോരെ. കരോളില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പൊ ഞാനും അപ്പയും കരോളിന് പോകാൻ തുടങ്ങുവാണ്. ഇന്ന് ഞങ്ങളൊരു വേറെ വലിയ യാത്ര കഴിഞ്ഞ് വന്ന വഴിയാ. അപ്പോ ഒന്ന് ഇരുന്നിട്ട് പോലും ഇല്ല കേട്ടോ, ഉടനെ തന്നെ പോവാണ്. അമ്മ ഇന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ആ യാത്രയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ദിവസമാണ് കാണിക്കുന്നത്. പിന്നെ ഫുൾ കരോളിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത്. തൊപ്പി വെച്ചിരിക്കാൻ മേലോ? തൊപ്പി വെക്കാം. അപ്പൊ നമുക്ക് വേഗം പോവാട്ടോ, ഇനി സമയമില്ല. അവരവിടെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വേഗം പോവാം. സമയം ഇപ്പൊ 7 മണിയായേ. കരോളിന് പോകുമ്പോ വേണ്ട ഒരു മാൻഡേറ്ററി തൊപ്പിയാണിതെന്നാണ് അമ്മയുടെ ഭാഷ്യം. ശരിയാണ്. അപ്പൊ എന്തായാലും വേഗം പോട്ടെ. ഇനി നമുക്ക് കരോള് കാണാം കേട്ടോ. കരോള് നമ്മുടെ വീട്ടില് വന്ന് നിൽക്കുമ്പോഴേക്കും ഞങ്ങൾ രണ്ടാളും നിർത്തും കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോകൾ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നൊരു യാത്ര ഉള്ള കാരണം വളരെ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എങ്കിലും പോവാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ക്രിസ്മസിൻ്റെ വരവ് അറിയിക്കുന്നതല്ലേ കരോൾ ഗാനങ്ങളും കരോൾ പാടി നമ്മൾ ഓരോ വീട്ടിൽ പോകുന്നതൊക്കെ ഭയങ്കര ഫോൺ മെമ്മറീസാണ്. അപ്പോൾ ആ മെമ്മറീസ് ഒന്നുകൂടി പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി കരോളിൽ കാണാം. കരോള് പാടി ഞങ്ങൾ ഇവിടെ എത്താറാവുമ്പോൾ മെസ്സേജ് അയക്കാം കേട്ടോ. അത് മതി. നീ കുളിക്കണം, നല്ല പരിപാടിയുണ്ട്. കരോളുകാർക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സ് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്ത് വെക്കണം. അതെ, പിന്നെ കുളിക്കണം, കഞ്ഞി വേവിക്കണം. വൈകിട്ട് കഞ്ഞിയാണ്. അപ്പോൾ പോയി വാ, 5 ദിവസത്തെ നോയമ്പുണ്ട്. ഏതാ? ആ കേക്കിൻ്റെ വരുമ്പോ ഉണ്ടാവൂലല്ലോ, അത് കാണിച്ചിട്ട് പോവാം. ഓർപ്പിച്ചത് നന്നായി. ഇത് കരോളുകാർക്ക് കൊടുക്കാനായിട്ട്, ഇന്നത്തെ കരോളുകാർക്ക് കൊടുക്കാനായിട്ട് അപ്പ ഇത് മാറ്റാട്ടോ. അപ്പ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളാണ്. ഇനിയിപ്പോൾ നാളെ പള്ളിയിൽ നിന്ന് വന്നവർക്ക് വേറെ കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഇങ്ങനെയല്ല കൊടുക്കണേ, നമ്മളൊരു കണ്ടെയ്നറിൽ ഇന്നലെ തന്നെ അടച്ചു വെച്ചതാ മേടിച്ചിട്ട്. അപ്പൊ ഇത് സമയമാകുമ്പോ ട്രെയിലെടുത്ത് വെക്കും. അപ്പൊ അന്നേരം ഹർബറി ആയിരിക്കും, ചിലപ്പോ കാണിക്കാൻ പറ്റൂല. കറക്റ്റ് മെഷർമെന്റാ, അത് കണ്ടാ അറിയാം. നമ്മള് കട്ട് ചെയ്താൽ ശരിയാവും. അതുമില്ല, ഞാനും അപ്പയെ പോണേ, ഇന്ന് അമ്മയില്ല. അപ്പൊ പോയിട്ട് വരാം. അവള് തുടങ്ങിയിട്ടുണ്ടാവോ? ആ അങ്ങോട്ട് പോയെന്ന് തോന്നണല്ലേ. നമ്മളപ്പ എങ്ങോട്ടാ പോവാ? അങ്ങോട്ട് തന്നെ പോവാ അല്ലേ? ഞാനും അപ്പയാണ് പോണേ. ലൈറ്റ് മുഖത്തേക്കല്ല, ഇവിടെയാ ലൈറ്റ് വേണ്ടത്. അവിടെ തൊട്ട് കാണാട്ടോ, അതല്ലേ. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു പോയി. അപ്പോഴേക്കും നമുക്ക് കരോളിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്രത്യേക ക്രിസ്മസ് വൈബാണ് കേട്ടോ ഈ കരോൾ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടെ നല്ല തണുപ്പും വേണം. അപ്പം നല്ല രസമാണ്. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി നമ്മൾ ആ ക്രിസ്മസ് മെസ്സേജ് പറയുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീലാണ് നമുക്കത്. അതിൻ്റെ ഒപ്പം ഇതുപോലെ ചെറിയ ലഘു പലഹാരങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അന്നത്തെ ദിവസം ഞാനും അപ്പയും പോയ ദിവസം തീരെ തണുപ്പ്
ഉപ്പ് കുറവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഈ പരിപ്പോട നല്ല സൂപ്പറായിരുന്നു, നല്ല കിടിലം പരിപ്പോടയായിരുന്നു. അപ്പോൾ പിന്നെ കട്ടൻ കാപ്പി അവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞാനങ്ങനെ വീഡിയോയിൽ കാണിച്ചില്ല. ആദ്യം കട്ടൻ കാപ്പി ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്, ഞാൻ എടുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോ വീട്ടിലും നമുക്കിങ്ങനെ വൈവിധ്യമാർന്ന പലഹാരങ്ങളാണല്ലോ. ചില സ്ഥലത്ത് നമുക്ക് ഓറഞ്ച്, ചില സ്ഥലത്ത് വട, ചമ്മന്തി, അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസ് ആയിരുന്നു. ദേ ഈ സ്റ്റാറിന് ഉണ്ട്, ഈ ഒരു സ്റ്റാറിന് ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് അല്ലേ, ആ വൈറ്റ്നെസ്സിൻ്റെ ബ്യൂട്ടിയാണെന്ന് തോന്നുന്നു. ശരിക്കും ആ ഒരു വൈറ്റ് സ്റ്റാർ ഒരു ബ്ലാക്ക് സ്കൈയിൽ നല്ല രസം ഇങ്ങനെ നിൽക്കുന്നതാണ്, പണ്ടത്തെ ട്രഡീഷണൽ സ്റ്റൈലിൽ. എനിക്കിങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോട്ടിലൂടെ നടക്കുന്ന ആ ഒരു വൈബാണ് കേട്ടോ രാത്രി. അങ്ങനെ നടന്നപ്പോൾ കണ്ടതാണ് പള്ളിയുടെ മുറ്റത്തുള്ള ഈ സ്റ്റാർ അലങ്കരിച്ച നക്ഷത്രം. എന്ത് ഭംഗിയാലേ. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കരോള് ശരിക്കും പാട്ടൊക്കെ പാടി ഇങ്ങനെ ഓരോ വീടുകൾ തോറും നടന്ന് തന്നെ കയറി ഇറങ്ങി പോകണം. അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു നൊസ്റ്റു. ശരിക്കും നല്ല രസമാണ് അതല്ലേ. നമുക്കിങ്ങനെ വൈവിധ്യമാർന്ന മധുര പലഹാരങ്ങളായിരുന്നു കേട്ടോ ഇത്തവണ കൂടുതലും. പ്ലം കേക്ക് മിക്ക സ്ഥലത്തുനിന്നും ഉണ്ടായിരുന്നു. പിന്നെ ദേ ഇവിടെ നിന്ന് നമുക്ക് ടീ കേക്കാണ് കിട്ടിയത്, നല്ല ടീ കേക്കായിരുന്നേ. അന്നാ ഇവിടെ ഇരിക്കായിരുന്നല്ലോ. വേണ്ട വേണ്ട, ചെരുപ്പൊന്നും വരണ്ട. ഹായ്. പോലെ താങ്ക് യു. ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്തോ എടുത്തായിരുന്നോ നിങ്ങള്? ഹായ്. ഇവിടെ എല്ലാരും ഉണ്ട്. അതെ അതെ അതെ, ഇനി വന്നില്ല, ഇനി പോവാ.
ഞാൻ ഇന്ന് തൃശ്ശൂര് പോയിട്ട് വരുന്നത്. കയ്യില് ഓക്കെ എന്റെ അരുൺ വന്നോ? അവരുണ്ടായിരുന്നു. അപ്പൊ എന്നോടാ ഞാൻ കണ്ടില്ല. രസമായിരുന്നു കരോള്. രസമായിരുന്നു. വന്നു പോയി. അതെ. ഇനിയിപ്പോ അപ്പൊ കൂടെ പോയി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അതെ. ഇനിയിപ്പൊ നാളെ ബാലൻസ്. ഓക്കെ. അമ്മ മുത്തുമാലയൊക്കെ എടുത്തിട്ടു. അമ്മയുടെ പൂച്ചപ്പഴത്തിന്റെ മരം അല്ല ചെടി വല്ല ഉഗ്രനായി വന്നിട്ടുണ്ട്. നട്ടതാരാ? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? കാണിച്ചു തരാം. സസ്പെൻസിൽ ഇരിക്കട്ടെ. പിന്നെ ലൈഫ് ഒരു ഏതാണ്ടായിരുന്നു. അതിനൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അതിന്റെ ചോട് ഇവിടെയാണോ? പറിച്ചു നടാൻ വേണമെങ്കിൽ ഇത് പറിച്ചു കഴിഞ്ഞാല് ഏതായാലും ഇത് പോകുമല്ലെങ്കിൽ ഇവിടെ കണ്ടോ നമ്മുടെ വീട്ടില് തന്നെ ഉണ്ടായ ആ വെള്ളിരിയാണ് കേട്ടോ. തന്നെ കിളിർത്തത്. അതെ 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 അതെ. അത് നമ്മളിന്ന് വിളവെടുക്കാൻ പോവാ. വെള്ളിരി ഞങ്ങൾ പറിച്ചോട്ടെ, കാരണം നീ തന്നെ വളർന്നതല്ലേ. പഴുത്തു. പഴുത്ത് കേട്ടോ. നല്ല രസം അല്ലേ? ആദ്യമായിട്ടാ ഈ വെള്ളിരി നമ്മുടെ വീട്ടിലുണ്ടാവണേ. അതെ, തന്നെ കിളിർത്തുണ്ടാവും. കറി വെക്കാൻ എടുക്കാം. ചോട് വേണമെങ്കിൽ നമുക്ക് പറിച്ചു നടാം അല്ലേ? മഴയുണ്ടെങ്കിൽ പറിച്ചു നട്ടാൽ ചിലപ്പോൾ പിടിക്കുള്ളൂ. നോക്കട്ടെ, ഇടയ്ക്കൊക്കെ മഴ പെയ്യൂല്ലോ. നോക്കട്ടെ കേട്ടോ. വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാനായിരിക്കും അല്ലേ? കൂട്ടാനാ. കണി വെള്ളരി. വിഷുവിന്റെ സമയമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്റെ വിളവെടുപ്പ്. കുഞ്ഞു വെള്ളരി അപ്പനെ കാണിച്ചു കൊടുക്കാം. ഞങ്ങള് കരോൾ ഡേ 2 പോവാട്ടോ. അപ്പ പതുക്കെ വരും. അതെ, ഞങ്ങള് രണ്ടുപേരും കൂടെ പുറപ്പെടും. ഇന്നലെ ഞാനും അപ്പയല്ലായിരുന്നോ? ഇന്ന് ഞാനും അമ്മയാ. അല്ല, വന്നുണ്ട്. പതുക്കെ വരുവോളെന്നുള്ളൂ. ഞങ്ങള് പതുക്കെ അങ്ങ് പോവാട്ടോ. നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പതുക്കെ നടന്നങ്ങ് പോവാ. അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ. ഇന്നത്തെ എന്റെ എട്ടയറുണ്ടോ കഫ്താനാട്ടോ. അമ്മ റെഡും വൈറ്റും ഇട്ടിട്ടില്ല. അടിക്കല്ലേ. അപ്പോൾ ഡേ 2 ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നലെ കരോളിൻ്റെ നല്ല ഉഷാറായിട്ടുള്ള കരോൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് നല്ല രസമായി. അമ്മയും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തു കരോൾ ടീമായിട്ട്. അപ്പോൾ അതേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു കളറുള്ള ചെടി. നല്ല ഭംഗി. അത് ആ ലൈറ്റിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന പോലൊരു ഫീൽ എനിക്ക് വന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇന്നും തണുത്ത രാത്രിയൊന്നും അല്ലായിരുന്നു, പക്ഷെ ചെറിയൊരു തണുത്ത ഇളങ്കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ട് കരോൾ? നല്ല രസമുണ്ടല്ലേ? തണുപ്പും കൂടെ വേണേ. അപ്പോൾ ഇന്ന് നമ്മൾ വേഗം ഓരോ വീടുകൾ തോറും നമ്മൾ കയറി ഇറങ്ങിട്ടോ. ഇന്നലെ കുറച്ചും കൂടി എക്സ്റ്റെൻഡായി. ഇന്ന് പക്ഷെ പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ വീടുകൾ കുറച്ച് അടുത്തടുത്തുള്ള വീടുകളായിരുന്നു. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഈ വർണ്ണ നിറങ്ങൾ അല്ലേ. എന്ത് രസമല്ലേ. ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അലങ്കരിച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ്. മതിയല്ല, ഈ LED സ്റ്റാറിനൊപ്പം നമ്മുടെ ട്രഡീഷണൽ മോഡലിലുള്ള സ്റ്റാർ കിടക്കുമ്പോൾ ഏതിനായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഏതാണെന്ന് പറയണേ. ഞങ്ങളുടെ കരോളിൻ്റെ കലാശക്കൊട്ടായിട്ടോ അവസാനം. അമ്മ ഒരെണ്ണം എടുത്തോ, ഞാൻ എടുത്തോളാം. എനിക്ക് വേണ്ടി ഒരെണ്ണം എടുത്തോ. കരോളിൻ്റെ അവസാനം ഇതുപോലൊരു ചെറിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ചെറിയ പാട്ടും ഒക്കെ ആയിട്ടാണ് അത് അവസാനിച്ചത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. 2024 നമ്മുടെ കരോൾ സർവീസ് അസോസിയേഷൻ്റെ എല്ലാ കുടുംബങ്ങളും കയറി ഇപ്പോൾ ഇന്നിവിടെ പരിരസാനിപ്പിക്കുകയാണ്. 2 ദിവസം പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒരു 75% 2 ദിവസം പങ്കെടുത്തു.
25 എന്ന് പറഞ്ഞ പുതുവർഷത്തെ നമ്മൾ വരവേൽക്കാൻ പോകുന്നു. അങ്ങനെ ആശംസയും അതുപോലെ അവസാനം നന്ദി പ്രകാശനത്തോടു കൂടി നമ്മുടെ കരോള്, ഈ വർഷത്തെ കരോള് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ കരോൾ അവസാനിക്കുമ്പോൾ എപ്പോഴും ഒരു വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ ഇതുപോലെ രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് ഓർക്കുമ്പോഴുള്ളൊരു വിഷമമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഇങ്ങ് എത്തി എന്നുള്ള ഒരു മീനിങ് കൂടി അതിനുണ്ട് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വേഗം തീരും, അതും ഒരു വിഷമമാണ്. കാരണം ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരാൻ പോകുന്നതിന് മുന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ നമുക്കത് സമ്മാനിക്കാം അല്ലേ. അത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പെട്ടെന്ന് തീർന്നു പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം. ഇനി നമ്മൾ ഒരു ലേറ്റ് നൈറ്റ് ആയിട്ടോ അപ്പോഴേക്കും. ഇനി നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി വീട്ടിൽ പോവാം. ഇനി വീണ്ടും നാളെ പ്രഭാതം. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.